വെനിസ്വേലയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പ്രധാനം. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാടറിയിച്ചത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ഇപ്പോൾ ട്രംപ് നിലപാട് വ്യക്തമാക്കുകയാണ്, പറയൂ. അമൽ, തീർച്ചയായും നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ട്രംപ് പറഞ്ഞത് 30 ദിവസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പോ അത്തരത്തിലുള്ള നടപടികളോ ഉണ്ടാകില്ല എന്ന ഒരു നിശ്ചയമായാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ നിക്കോളാസ് മഡൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം താൽക്കാലിക പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് സ്ഥാനമേറ്റിരുന്നു. ആ സ്ഥാനമേറ്റതിനു ശേഷം തുടർന്ന് ഒരു ട്രാൻസിഷൻ ഗവൺമെന്റ് ഉടൻ തന്നെ രൂപീകരിക്കുമെന്ന ഒരു നിലപാടും അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അറിയിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ 30 ദിവസത്തിനുള്ളിൽ ഉടൻ നടക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ ട്രംപ് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ നിന്നും പല സൂചനകളും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു നീക്കം നടത്താനുള്ള ഒരുക്കം അമേരിക്കയ്ക്കില്ല. ഈ വരുന്ന ഒരു മാസം, അതായത് ജനുവരിയും അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ രണ്ടാം വാരത്തിലോ ഉൾപ്പെടെ അത്തരത്തിലൊരു നീക്കമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഔദ്യോഗികമായ ഒരു നിലപാടിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാരിനെ രൂപീകരിക്കണം. ആ സർക്കാരിന്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ആ പുതിയ സംവിധാനങ്ങളുടെ രൂപം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചൊക്കെ പല രാജ്യങ്ങളും അഭിപ്രായം പറഞ്ഞിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയൻ അക്കാര്യത്തിൽ ചില നിലപാടുകൾ പറഞ്ഞിരുന്നു. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരുന്നത് നമുക്കറിയാവുന്നതാണ്, ഈ ഇത്തവണത്തെ നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ മറിയ കൊറീന മച്ചാഡോയെ ഉൾപ്പെടുത്തി ഒരു സർക്കാർ രൂപീകരിക്കണം, പ്രതിപക്ഷത്തെ ശക്തമായി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം സർക്കാരിന്റെ സാന്നിധ്യം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വരുന്ന 30 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ലെന്ന് വ്യക്തമാക്കിയത് ഡൊണാൾഡ് ട്രംപ്. അമൽ, അതോടൊപ്പം തന്നെ ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ അമേരിക്കയുടെ നടപടിയെ എതിർത്തും അനുകൂലിച്ചും അംഗങ്ങൾ രംഗത്തെത്തി. റഷ്യയും ബ്രിട്ടനും മഡൂറോയെ വിട്ടയക്കണമെന്നാണ് ആവശ്യപ്പെട്ടതല്ലേ? തീർച്ചയായും റഷ്യയും ബ്രിട്ടനും അടിയന്തരമായി മഡൂറോയെ വിട്ടയക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇന്നലെ സെക്യൂരിറ്റി കൗൺസിലിലെ എല്ലാ അംഗങ്ങളും വിശദമായി സംസാരിക്കുകയും അതുപോലെ തന്നെ വെനിസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അർജന്റീന, വെനിസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രത്യേക അതിഥികളായി പങ്കെടുത്തുകൊണ്ടുള്ള നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അമേരിക്ക കൃത്യമായി പറഞ്ഞത്, മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ മഡൂറോയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും നേരത്തെ മാർക്കോ റൂബിയോ സൂചിപ്പിച്ചതുപോലെ നിക്കോളാസ് മഡൂറോ ഒരു രാജ്യത്തിന്റെ തലവനല്ല, ഒരു മയക്കുമരുന്ന് കാർട്ടലിന്റെ തലവനാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകൾ ആവർത്തിക്കുക തന്നെയായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. അതേസമയം ബ്രിട്ടനും ഫ്രാൻസും കുറെയൊക്കെ ന്യൂട്രലായ അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തത്. അതായത് ഈ നടപടി പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകണം, UN ചാർട്ടറിനെ ആദരിക്കണം എന്ന രീതിയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് ഈ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കുറെ കൂടി ശക്തമായ രീതിയിൽ ഫ്രാൻസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ കൂടി ഈ നടപടിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാടിലേക്ക് ഫ്രാൻസ് എത്തിയിട്ടില്ല എന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ ഒരു വിമർശനത്തിന് തയ്യാറായില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം റഷ്യയും ചൈനയും കൃത്യമായി ഈ നിലപാടിനെ എതിർക്കുകയും US നടപടിയെ അംഗീകരിക്കാനാവില്ല എന്ന് അറിയിക്കുകയും റഷ്യ തന്നെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കാണുന്ന സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ അടിയന്തരമായി മഡൂറോയെ വിട്ടയക്കണമെന്ന നിലപാട് അറിയിക്കുകയും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന ഒരു ആവശ്യവും അറിയിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു സമ്മിശ്രമായ പ്രതികരണമാണ് അംഗരാജ്യങ്ങളിൽ നിന്നും പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട, അതായത് 15 അംഗരാജ്യങ്ങളും 5 സ്ഥിരാംഗങ്ങളും 10 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പിന്നീട് ഈ പ്രത്യേക വിഷയത്തിൽ ക്ഷണിക്കപ്പെട്ട വെനിസ്വേല ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട അംഗങ്ങളുടെ എല്ലാം നിലപാടുകൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. പൊതു നിലപാട്, അതായത് നിക്കോളാസ് മഡൂറോ ഭരണത്തിലുണ്ടായിരുന്ന വീഴ്ചകളും ആ ഭരണത്തിന്റെ ദുഷ്ചെയ്തികളും എല്ലാം തന്നെ കൃത്യമായി തുറന്നു കാട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതേസമയം UN ചാർട്ടറിനെ അംഗീകരിക്കുകയും അന്താരാഷ്ട്ര ധാരണകൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ഇന്റർനാഷണൽ നിയമങ്ങൾക്ക് വിരുദ്ധമായുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന ഒരു പൊതു നിലപാട് UN സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ കൂടി കർശനമായി അമേരിക്കയെ എതിർക്കുന്ന ഒരു നിലപാട് പൊതുവെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ വിവരങ്ങൾ, അവരുടെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റഷ്യയും ചൈനയും ശക്തമായി ഇക്കാര്യത്തെ എതിർക്കുകയും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും മഡൂറോയെ വിട്ടയക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും പരമാധികാരത്തെ UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ പറഞ്ഞത്, രാജ്യങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകരുത് അല്ലെങ്കിൽ നീക്കങ്ങൾ ഉണ്ടാകരുത്, അത്തരം നീക്കമാണ് വെനിസ്വേലയിൽ നടന്നത്, അതിനെ അപലപിക്കുന്നു എന്ന നിലപാടാണ് UN സെക്രട്ടറി ജനറലിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെയും ഉണ്ടായ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ US കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മഡൂറോ തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി, അല്ലേ?
തീർച്ചയായും യു എസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മഡൂറോ തനിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയ ഫ്ലോറൻസും അദ്ദേഹത്തിന്റെ അവർക്കെതിരായ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. എന്നാൽ മറ്റൊരു പ്രധാന ഘടകം കൂടി എടുത്തു പറയേണ്ടത് മഡൂറോ കോടതിയിൽ തന്റെ ആരാണ് താങ്കൾ എന്ന ചോദ്യം കോടതിയിൽ യു എസ് കോടതിയിൽ ഉന്നയിച്ചപ്പോൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക അല്ലെങ്കിൽ സ്വയം ഡിക്ലെയർ ചെയ്യാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിക്കോളാസ് മഡൂറോ ഇന്നും വെനിസ്വേലയുടെ പ്രസിഡന്റായി ഇരിക്കുന്ന ആൾ എന്ന നിലപാടാണ് അറിയിച്ചത്. അത്തരത്തിലുള്ള കൃത്യമായ നിലപാടുകൾ അറിയിച്ച വേളയിൽ ജഡ്ജ് തിരിച്ചു പറഞ്ഞ മറുപടിയും ഏറെ ഗൗരവമാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ പരാമർശിക്കപ്പെടാനുള്ള അവസരം താങ്കൾക്കുണ്ടാവും, സ്വതന്ത്രമായ ഒരു വിചാരണ ഉണ്ടാകുമെന്നൊരു സൂചന ജഡ്ജി നൽകുകയും ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം. നിലവിലെ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ മയക്കുമരുന്ന് കടത്തലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ന്യൂയോർക്കിലെ കോടതിയുടെ അധികാര പരിധിയിലുള്ള മയക്കുമരുന്ന് കടത്ത് പോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, മയക്കുമരുന്ന് തീവ്രവാദം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ട നീക്കങ്ങളെ പൂർണ്ണമായും ശക്തമായും എതിർക്കുന്ന നിലപാടാണ് മഡൂറോ കോടതിയിൽ സ്വീകരിച്ചത്. മഡൂറോയെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയ ഫ്ലോറൻസും അതേ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ ആരോപണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമെന്ന നിലപാടിലാണ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും. ഏറെ ആശങ്കാജനകമായ വെനസ്വേലയിലെ സംഭവവികാസങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.